മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർച്ച് മാസം 14 മുതൽ 17 വരെ, വ്യാഴാഴ്ച വൈകുന്നേരം 4 മുതൽ ഞായറാഴ്ച 8 മണി വരെ, മാർച്ച് 14, 17. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജീവിതാന്ത വിവേചന ധ്യാനം എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനം വെച്ചിട്ടുണ്ട്. അത് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതാന്തസ് ഏതാണ്, വൈദിക ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ കുടുംബ ജീവിതം ഏതാണ് തങ്ങളുടെ ജീവിതാന്തം വിവേചിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ധ്യാനമാണ്. ആരെങ്കിലുമൊക്കെ യുവാക്കന്മാരോ കുട്ടികളോ ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വരുന്നത് നല്ലതായിരിക്കും. ബുക്കിങ്ങിന് നിങ്ങൾ സെഹിയോനിലേക്കോ മിസ്ബായിലേക്കോ വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുന്നതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ കാര്യം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവ് ബഹുമാനിക്കുന്ന ആളാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 10ാമത്തെ അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: സഹോദരരാകട്ടെ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു, കർത്താവാകട്ടെ തൻ്റെ ഭക്തനെയും. പ്രിയപ്പെട്ട, ഇന്നലെ ഞാൻ ദൈവഭക്തിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു അല്ലേ. നീ ദൈവഭക്തിയുള്ള ദൈവഭക്തിയിലാണ് നീ യാമപ്രാർത്ഥനകളും കുടുംബ പ്രാർത്ഥനകളും ജപമാലകളും വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലും ഒക്കെ നന്നായിട്ട് വ്യാപരിക്കുന്ന വചനമൊക്കെ വായിച്ച് നന്നായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഈശോ പറയുന്ന കാര്യം എങ്ങനെയാണ്? കർത്താവ് ബഹുമാനിക്കുന്ന ആളാണ് ദൈവഭക്തൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചുറ്റുമുള്ള ദൈവഭക്തരെ കാണുമ്പോൾ കർത്താവ് ബഹുമാനിക്കുന്ന ഒരാളാണ് അല്ലേ. ഇപ്പം നിൻ്റെ അടുത്ത് ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ബഹുമാനിക്കുന്ന ഒരാളാണ്. അവരെ നമ്മൾ എത്രയോ കണ്ട് ബഹുമാനിക്കണം. മനക്കരുത്. നീ ദൈവഭക്തനാണോ, കർത്താവ് നിന്നെ ബഹുമാനിക്കുന്നു. എൻ്റെ കർത്താവെ, അവിടുത്തെ വലിയ ഒരു ജ്ഞാനം കൊണ്ട് ഇവരെ ഓരോരുത്തരെ നിറയ്ക്കണമേ കർത്താവെ. കർത്താവ് ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ ബോധ്യത്തോടു കൂടി മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കൃപ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.